കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർന്നു. കേരളത്തിലെ കുട്ടികൾ വിദേശ രാജ്യത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോവുകയാണ്. ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരു വൃദ്ധസദനം ആവും കേരളം. ചെറുപ്പക്കാരും ഇവിടെ കാണില്ല. ആരോഗ്യ മേഖലയിൽ പൈസ ഇല്ലാത്ത ഒരാളിന് ഒരു ആശുപത്രിയിൽ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളടക്കം വിലക്കയറ്റം ഒരു വാർത്തയല്ലാതെ മാറിയിരിക്കും. വിലക്കയറ്റം എന്ന വാർത്തയല്ല, കാരണം പൊടുന്നനെ വില കയറുകയാണ്. ഗവൺമെൻറ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ശരത് ലാലും കൃപേഷും അടക്കമുള്ള അവരെ കൊലയാളികൾ, ആ കൊലയാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പണം കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമസ്കാരം. ഇടത് സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പ്രതിസന്ധികളാണ് പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം മുതൽ അങ്ങേയറ്റം പൊറുതിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഉള്ളത്. ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ RSP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. RSP നേതാക്കൾ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര മേഖല തകർത്ത് തരിപ്പണമായിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് പോകുന്നത്. ആഭ്യന്തര രംഗത്തെ കെടുകാര്യസ്ഥത ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് പോയി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർന്നു. കേരളത്തിലെ കുട്ടികൾ വിദേശ രാജ്യത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മിക്കവാറുമുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 65,000 70,000 ആളുകൾ വോട്ടിംഗ് വന്നില്ല. അപ്പോൾ വോട്ട് ചെയ്യാതെന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് വിദ്യാർത്ഥികളാണ്. അവർ വിദേശത്ത് പോയിരിക്കുകയാണ്. അവിടെ പാർട്ട് ടൈം ജോലിയും വിദ്യാഭ്യാസവും അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നു. ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരു വൃദ്ധസദനം ആവും കേരളം. ചെറുപ്പക്കാരും ഇവിടെ കാണില്ല. ചെറുപ്പക്കാരും കാണത്തില്ല. പണ്ടൊക്കെ നമ്മൾ വിദേശത്ത് പോയി ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കും. ഇപ്പോഴങ്ങനെയല്ല. അപ്പോൾ ഈ 15-20 വർഷം കഴിയുമ്പോൾ അടച്ചു കിടക്കുന്ന വീടുകളായി മാറും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് പോകുന്നത്. ആരോഗ്യ മേഖല തകർന്നു. ആരോഗ്യ പരിപാലന രംഗം കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലായിരുന്നു. ആരോഗ്യവും വിദ്യാഭ്യാസം ഇത് രണ്ടും തകർന്നു. അപ്പോൾ ആരോഗ്യ മേഖലയിൽ പൈസ ഇല്ലാത്ത ഒരാളിന് ഒരു ആശുപത്രിയിൽ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളടക്കം വലിയ പണം കൊടുത്താൽ മാത്രമേ ചികിത്സ നേടുകയുള്ളൂ. കാരുണ്യ പദ്ധതി വളരെ ഫലപ്രദമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കി കൊണ്ടുപോയതാണ്. ആ പദ്ധതി ഇല്ല. അപ്പോൾ ആശുപത്രിയിൽ പോയാൽ പണം കൊടുക്കാതെ ചികിത്സ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കേരളം അതല്ലാതായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയും വിലക്കയറ്റം ഒരു വാർത്തയല്ലാതെ മാറിയിരിക്കും. വിലക്കയറ്റം എന്ന വാർത്തയല്ല, കാരണം പൊടുന്നനെ വില കയറുകയാണ്. സോപ്പിൻ്റെയും ചീപ്പിൻ്റെയും വില നമ്മളാരും പരിശോധിക്കുന്നില്ല. എല്ലാ സാധനവും, വെളുത്തുള്ളിയുടെ വില, സവാളയുടെ വില, അങ്ങനെ എല്ലാ സാധനത്തിനും വില കയറുന്നു. പൊതുമേഖല സംവിധാനം തകരുന്നു. അതുപോലെ തന്നെ പൊതുമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ തകരുന്നു. തൊഴിലവസരങ്ങളില്ല, ഒരു തൊഴിലവസരവും ഇല്ല. വർഷങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട്. അപ്പോൾ എല്ലാ മേഖലയും തകർത്ത് കൊണ്ടുപോകുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിലായിട്ട് ഇവിടെ ഗവൺമെൻറ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോഴും സാമ്പത്തിക തകർച്ച കൊണ്ടെന്ന് പറയുമ്പോഴും കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇപ്പോൾ കൃപേഷ് ഉൾപ്പെടെയുള്ള ശരത് ലാലും കൃപേഷും അടക്കമുള്ള അവരെ കൊലയാളികൾ, ആ കൊലയാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പണമെടുത്തു. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതുമാത്രവുമല്ല, വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം കേരളത്തിലെ ഗവൺമെൻറ് തന്നെ വർഗീയത പറയുകയാണ്. ഇപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ ഗവൺമെൻറ്റിനോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇല്ല, CPM-നോടൊപ്പം ഇല്ല എന്ന് വന്നപ്പോൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ന്യൂനപക്ഷക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ അവർ വലിയ വർഗീയവാദിയാണെന്ന് പറഞ്ഞു പരത്തി ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുന്ന വർഗീയ കലാപത്തിന് ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നു എന്ന് പോലും പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ മാറിയ സാഹചര്യത്തിലാണ്
റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം സംസ്ഥാനത്തിനാകെ ഒരു വലിയ സമരമാണ്. എല്ലാ ജില്ലയും ഇന്ന് സഖാവ് എൻ കെ പ്രേമേന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലാണ്. ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. നാളെ പാലക്കാടാണ്, മറ്റന്നാൾ കാസർഗോഡാണ്. അങ്ങനെ ഇന്നലെ പത്തനംതിട്ടയായിരുന്നു. ഓരോ ജില്ലയും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സഖാവ് ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ CPM എപ്പോഴും വർഗീയതയെ താലോലിച്ച പാർട്ടിയാണ്. ഒരുപക്ഷേ BJPയേക്കാൾ കൂടുതൽ 77 ഗവൺമെൻറ് അച്യുതമേനോൻ ഗവൺമെൻറ് നമുക്ക് അറിയാം. ആ ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്തകക്ഷി മുന്നണി, ആ സപ്തകക്ഷി മുന്നണി തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തപ്പോൾ പിണറായി വിജയൻ സംഘപരിവാർ ശക്തികളുമായി യോജിച്ചു നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള എപ്പോഴും വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്തിട്ടുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അവരുടെ ഗവൺമെൻറ് അത് തന്നെയാണ് തുടരുന്നത്. ഇതാണ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുടെ വീടുകൾ സന്ദർശിക്കുകയും അതുകൂടാതെ ഈ പ്രതികൾക്ക് രാജകീയമായ വരവേൽപ്പ് നൽകുകയും ചെയ്ത ഒരു പ്രവണതയാണ് ഉണ്ടായത്. ഈ P ജയരാജൻ ഉൾപ്പെടെ അവരെ കാണുന്ന ഒരു പ്രവണതയുണ്ടായി. ഇതിനെങ്ങനെ നോക്കിക്കാണും? പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾ അതാണല്ലോ, അവരുടെ നേതൃത്വത്തിലാണല്ലോ കൊല നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുത്താണല്ലോ കൊല. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ അതാണ് അവരെ എല്ലാവരെയും ഹാരമിട്ട് സ്വീകരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണമെന്നല്ലേ പറയുന്നത്? അത് കൊലപാതകമാണെന്ന് വരാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതിനെ സംബന്ധിച്ച് എന്തിനാണ് ഗോവിന്ദൻ മാഷി ന്യായീകരിച്ചില്ലേ? CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അവരെ തുടർച്ചയായി CP നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കൊലപാതകളെയും അക്രമികളെയും ഇന്നലെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CPM പറഞ്ഞില്ലേ? എന്താണ്? കൊലപാതകളെയും ക്രിമിനലുകളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ CPM ഉണ്ടാവില്ല. ഇത് തന്നെയാണ് എൻ്റെ ഉത്തരം. എല്ലാം കൊലപാതകളും കള്ളന്മാരും അങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് CPM നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.